ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻഡ്രോപ്പ് സ്പേസ്. അപ്പോൾ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇപ്പോഴും ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ന്യൂ ജോബ് ആപ്ലിക്കേഷന് നമുക്കത് എന്തോ അവരുടെ സൈറ്റ് ഓപ്പൺ ആവണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ഞാനൊരു സജഷൻ തരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഇവിടെ ഹോളിഡേയ്സിൽ അതുപോലെ തന്നെ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ സെർവർ അവർ ടെക്നിക്കലി അവർ അപ്ഗ്രേഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചില സമയത്ത് സെർവർ ഡൗൺ ആവാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് സെർവർ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ആ സമയത്ത് സെർവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. പിന്നെ സം ടൈം നമ്മളുടെ ഇത് വന്നിട്ട് കുവൈറ്റിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. വേറെ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടാനായിട്ട് സാധ്യതയില്ല. അപ്പം അങ്ങനെയും നമുക്ക് സെർവറിൻ്റെ ഇഷ്യൂ വരും. എങ്കിലും ഇപ്പോഴും അത് വർക്കിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ അത് വർക്കിംഗ് അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് എങ്ങനെയാണ് യൂസർ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നമ്മളിത് അടിച്ചു കഴിയുമ്പോൾ ഇതുപോലെയാണ് സൈറ്റ് തുറന്നു വരിക. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഈ സർവീസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റ് തുറക്കുമ്പോൾ ഇങ്ങനെ ആണ് തുറന്നു വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരു ആരോ കണ്ടോ? ഈ ആരോയിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഓരോ സർവീസസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കണ്ടോ ന്യൂ ജോബ് ആപ്ലിക്കേഷൻ, ഇതിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ഇതിൽ വന്നിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ വന്നിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ന്യൂ യൂസർ രജിസ്റ്റർ പേജ് ന്യൂ ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പേര്, അത് ഇപ്പോൾ എൻ്റെ പേര് രമ്യ എന്നാണെങ്കിൽ ഞാനിപ്പോൾ രമ്യ ആക്സ്നോ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പാസ്വേഡ്, ഞാനിപ്പോൾ നമ്മൾ പാസ്വേഡ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ പേര് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിമ്പിൾ നമ്പർ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാസ്വേഡ് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത അതേ പാസ്വേഡ് തന്നെ ഇവിടെ വീണ്ടും കൊടുക്കുക. പിന്നെ യൂസറിൻ്റെ പ്രൊഫഷൻ, നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്തങ്ങളായ പ്രൊഫഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏതാണ് പ്രൊഫഷൻ, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, നേഴ്സ് ആണെങ്കിൽ നേഴ്സ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളതിൻ്റെ സബ് ടൈപ്പ്, ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ നേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ് ടൈപ്പായിട്ട് വരിക നേഴ്സ് തന്നെയായിരിക്കും കേട്ടോ. ഇനി നമ്മളിവിടെ ഐഡൻറ്റിറ്റി ഇൻഫോർമേഷൻ, ഇവിടെ ഐഡൻറ്റിറ്റി ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കുവൈറ്റിലുള്ള ആളുകളാണെങ്കിൽ കൊടുക്കാവുന്ന ഓപ്ഷൻ സിവിൽ ഐ ഡി ആണ്. വിദേശത്തു നിന്നാണെങ്കിൽ പാസ്പോർട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ MOE സെക്യൂരിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ MOI എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ സെക്യൂരിറ്റി നമ്പറാണ്. അതും കുവൈറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് അപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കൻസ് പാസ്പോർട്ട് യൂസ് ചെയ്ത് ചെയ്യുക. കുവൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സിവിൽ ഐ ഡി യൂസ് ചെയ്ത് ചെയ്യുക. പിന്നെ നമ്മൾ ഏത് ഐ ഡി ആണ് കൊടുത്തതെന്ന് വെച്ചാൽ ആ ഐ ഡിയുടെ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നാഷണാലിറ്റി, ഏത് നാഷണാലിറ്റിയാണ് നമ്മളെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ സ്റ്റാർ ബട്ടൺ ഇട്ടിട്ടുള്ളത് എപ്പോഴും മസ്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. അത് ഇംഗ്ലീഷിലുള്ളത്. അറബിക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറബിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നെയിം എടുത്തിട്ട് അറബിയിലോട്ട് ഗൂഗിൾ വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇവിടെ വന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി കേട്ടോ. പിന്നീട് നമ്മൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജെൻഡർ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. കൺട്രി ഓഫ് ബർത്ത്, ഇത് കണ്ടോ ഇവിടെയൊക്കെ സ്റ്റാർ ബട്ടൺ ഉണ്ട്. സ്റ്റാർ ബട്ടൺ ഉള്ളതെല്ലാം നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ.
പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്യുക ഏത് മൊബൈൽ നമ്പർ എന്ന് വെച്ചാൽ. ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ആയി വരും. അതിനുശേഷം നിങ്ങൾ ഇതിനകത്ത് ഇതിൽ പോയിട്ട് നിങ്ങൾ കൊടുത്ത ആ യൂസർ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് വരും. ഇതാണ് ഒരു രീതി കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അല്ലാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ, ന്യൂ ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും കണ്ടോ. ഈ ഒരു രീതിയിൽ പോയാലും നമ്മൾ നേരെ പോണത് നമ്മുടെ ഈ ഒരു സൈറ്റിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ ആദ്യം ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത വീഡിയോ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സുകൾ എന്നുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.